കേരളത്തിന് ഒരുപാട് വാരിക്കോരി കൊടുത്തെന്നാണ് ശോഭ കരന്തലജെ എന്ന് പറയുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഭാരി ആയിട്ട് BJP വെച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല, എന്തായാലും പ്രഭാരിയാണ്. പ്രഭാരി പറഞ്ഞേക്കുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് കേട്ടോ. 3 മെഡിക്കൽ കോളേജ് കേരളത്തിന് കൊടുത്തു. ഒന്ന് കാസർഗോഡും, അതുപോലെ രണ്ടാമത് വയനാടും, പിന്നെ മൂന്നാമത് കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജും. പക്ഷേ ഇതൊന്നും വേണ്ടെന്ന് വെച്ചു സർക്കാർ, എടുത്തില്ല. എന്നിട്ട് എയിംസിന് വേണ്ടി മുറവിളി കൂട്ടുക എന്നുള്ളതാണ്. എയിംസ് എന്ന് പറയുന്നത് എന്താ, കേരളത്തിന് അവകാശമില്ലേ ചോദിക്കാൻ? അത് ഈ ശോഭ കരന്തലജയ്ക്ക് മാത്രമായിരിക്കും ഇങ്ങനൊരു ഇതുള്ളത്. മാത്രമല്ല, നിങ്ങളുടെ തന്നെ ഈ സഹമന്ത്രിയായിട്ടിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഈ വോട്ട് വാങ്ങി എന്തോ പറഞ്ഞുകൊണ്ടാണ്? തൃശ്ശൂർ എയിംസ് കൊണ്ടുവരും, അല്ലെ പാലക്കാട് എയിംസ് കൊണ്ടുവരും. അവസാനം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എയിംസ് കിട്ടിയില്ല. ഇപ്പോൾ വർഷങ്ങൾ കുറേ ആയി, എയിംസ് ഒന്നും വരുന്നില്ല. അപ്പോൾ പറഞ്ഞു കേരളത്തിൽ എവിടെയെങ്കിലും വരും, ഏതെങ്കിലും ജില്ലയിൽ എയിംസ് വന്നിരിക്കും. ആ കേരളത്തിൽ, പിന്നെ കേരളത്തിലെന്ന് പറയാതെ ഏതെങ്കിലും ജില്ലയിൽ അത് ശരിയാ, ഏതെങ്കിലും ജില്ലയിൽ എയിംസ് വരും കേട്ടോ, വേറെ സ്റ്റേറ്റിൽ. ഇവിടെ അല്ല. ഇവിടെ എയിംസിന് വേണ്ടി ബജറ്റിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല. ബജറ്റിൽ ഒരു പ്രഖ്യാപനമില്ല എയിംസ് കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ റെയിൽവേ കോറിഡോർ, ഇവിടെ യാതൊരു പ്രഖ്യാപനവും ഇവിടെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ കേരളം ഇതിനകത്ത് പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ റെയിൽവേ കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് 7 ഇടത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കേരളമൊന്നുമില്ല. അതിവേഗ റെയിൽ കൊടുത്തേക്കുന്നത്, അതിനൊന്നും 1 രൂപ പോലും ബജറ്റ് മാറ്റി വെച്ചിട്ടില്ല. ഈ ബജറ്റ് എന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. ആ ബജറ്റിനകത്ത് ഒന്നുമില്ല, തട്ടിക്കൂട്ടി എടുത്തതാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുത്ത്, ഏതാണ്ടൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ പോലെ. മാത്രവും ഇത് കേൾക്കാൻ സമ്മതിക്കുമോ? ഞാൻ ആ ബജറ്റ് നിർമ്മലാ സീതാരാമനെ അവതരിപ്പിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് കാത്തിരുന്നു. ഓരോ വാചകത്തിനും ബം 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 എന്നുള്ള അടിയാണ് മേശപ്പുറത്ത്. യവന്മാരെന്തിനായിട്ട് അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ എന്ത് പറഞ്ഞാലും ഓരോ വാചകത്തിനും അങ്ങ് അടിയാ, ഭയങ്കര അടി. ഈ ശബ്ദ ശല്യം കാരണം ഞാൻ ഒരു പകുതി കളഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം പൊള്ളയാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കളഞ്ഞു. കേൾക്കാൻ ഒക്കത്തില്ലത്, കേൾക്കാൻ സമ്മതിക്കത്തില്ല ഇവർ. അതാണല്ലോ പാർലമെൻറ്റിൽ നമ്മൾ നടക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടും, അവിടെ ചെന്ന് അവിടെ ഡാൻസ് കളിക്കാനും അവിടെ മുദ്രാവാക്യം വിളിക്കാനും ഒരാൾ സംസാരിക്കാൻ എഴുന്നേറ്റാൽ അയാളെ മിണ്ടാതിരിക്കാൻ ആക്കാൻ വായടപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടത്തുന്നത് പരസ്പരം. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും. വേണ്ട എന്തിനു പറയുന്നു, പ്രതിപക്ഷ നേതാവിനെ നന്ദി പ്രമേയത്തിൽ, അതായത് പ്രസിഡൻറ്റിന് ഒരു നന്ദിയൊന്നും വലിയ നന്ദിയൊന്നുമില്ല, എന്നാലും നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ അതിനകത്ത് അവകാശമുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ. അതുപോലും ഡിനേ ചെയ്യുന്ന നാടാണ് നമ്മുടേത്, രാജ്യമാണ് നമ്മുടേത്. ആ രീതിയായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടില്ല. കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ യവന്മാരെല്ലാം എണീറ്റ് എന്നങ്ങ് അടിയും ബഹളവും എല്ലാം തമ്മി മേശപ്പുറത്ത് അടി, ചീത്തവിളി, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെട്ടു പോയെന്ന് വോട്ട് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുവായി നടക്കുന്നത്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ല. കാരണം ചൈനയുടെ ഇഷ്യൂ ഉണ്ടല്ലോ, ആ കാരവൻ മാഗസിനിൽ അടിച്ചു വന്നത് അത് പ്രശ്നമായി. അത് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, നരവണയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വരും. അത് കാണുന്നുടനെ നെഹ്റുവിനെ ചീത്ത വിളിക്കാനായിട്ടും അതുപോലെ സോണിയാഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും എതിരെയൊക്കെയുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ചു, അതും കൊണ്ട് വേറൊരുത്തം വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാൻ, ലോക്സഭയിൽ വരാനുള്ള ധൈര്യമില്ല. കാരണം നാണക്കേട്, പറഞ്ഞതെല്ലാം വൃത്തികേടല്ലേ, വിവരക്കേടല്ലേ. എന്നിട്ട് രാജ്യദ്രോഹികളെന്നാണ് കോൺഗ്രസിനെ വിളിക്കുന്നത്. ആരാ രാജ്യദ്രോഹം കാണിച്ചത്? അതായത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്ഥലത്ത് ചൈനയുമായിട്ട് കൺഫ്രണ്ടേഷന് പോണോ വേണ്ടയോ എന്നുള്ള പ്രശ്നം വന്നു. ചൈന അതിക്രമിച്ച് കയറുന്നു. അതിനെ എങ്ങനെ തടയണം എന്നുള്ളതിന് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടത് ചൈനീസ് പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനുള്ള യോഗ്യതയുണ്ടല്ലോ, കഴിവുണ്ട്. പിന്നെ കഴിവുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ട്രംപല്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ട്രംപിനെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, വേറെ ഇടപാടുകളും ഒക്കെ അതുകൊണ്ട് നടക്കും. ഇയാളെ വിളിക്കാനൊന്നും പറ്റുകയല്ല. അയാളെ വിളിച്ച് സംസാരിക്കണമായിരുന്നു, നിങ്ങളുടെ സൈന്യം
നിങ്ങളുടെ ടാങ്ക് നമ്മുടെ രാജ്യത്തേക്ക് കയറുന്നു, അതെന്താ അതിന്? ആ രീതിയിലൊരു ബൈലാറ്ററൽ ആ രീതിയിലൊരു ചർച്ചയെങ്കിലും നടത്താതെ, അല്ലെങ്കിൽ അവരെ ഇത് അറിയിക്കാതെ, ഇതൊന്നും ചെയ്യാതെ അവസാനം മിണ്ടാതിരുന്നു, അനങ്ങിയില്ല. അത് ഒട്ടകപക്ഷി നയവും സ്വീകരിച്ച് ഒരു 2 ദിവസം ഇരുന്നു. 3-ാമത്തെ ദിവസം അവസാനം അന്നേരവും പ്രധാനമന്ത്രി വിളിച്ച് പറയുന്നില്ല. അവസാനം അയാൾ നരവനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു കൊടുത്തു, അതേ സൈന്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. അപ്പം സൈന്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ, അതായത് പൊളിറ്റിക്കൽ ഡിസിഷൻ പോലും എടുക്കാൻ, അതായത് ചൈനയുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ, അതിൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ഈ കരസേനാ മേധാവിയെ ചുമതലപ്പെടുത്തുന്ന നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ്. എന്നിട്ട് അത് പുറത്ത് വന്നു എന്നറിഞ്ഞ്, അതാണ് രാജ്യസ്നേഹം. അവരുടെ വലിയ രാജ്യസ്നേഹമല്ലേ? രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ടാന്നിട്ട് ഈ അധികാരത്തിൽ വരുന്നത്. ഈ രാജ്യസ്നേഹം ഇതും കഴിഞ്ഞതിന് ശേഷമാണ് ഇതങ്ങോട്ട് ഇത് വെളിയിലേക്ക് വന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, അയാൾ നട്ടലുള്ളവനാകട്ടോ. എന്തായാലും അയാളെ നിയമിച്ചത് വേറെ ആരുമല്ല, ഇവർ തന്നെയാണ്. BJP ഗവൺമെൻറ് തന്നെയാണ് അയാളെ നിയമിച്ചേക്കുന്നത്, അല്ലാതെ NDA, അല്ലാതെ വേറെ ആരുമല്ല. അയാളിത് വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തെന്നറിയാം, വിരലിൽ പിടിച്ച് നടക്കുക, ആ മോന്തയും കൊണ്ട് അങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പാർലമെൻറ്റ് കയറുന്നില്ല. അതിനൊത്ത് നിൽക്കുന്ന ഒരു സ്പീക്കർ പറഞ്ഞു, എന്താണെന്നറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെ അറ്റാക്ക് ചെയ്യുന്നത്? പ്രധാനമന്ത്രി. അറ്റാക്ക് ചെയ്യുന്നതാണ്? പ്രധാനമന്ത്രിക്ക് അപകടം ഉണ്ടാകും, പ്രധാനമന്ത്രി ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പ്രധാനമന്ത്രി വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അയാളാ പറഞ്ഞേക്കുന്ന പ്രധാനമന്ത്രി വരണ്ടെന്ന്. ലോക്സഭയിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നന്ദിപ്രമേയ ചർച്ചയിൽ അതിനകത്ത് പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാതെ ഇത് പാസ്സാക്കിയെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, പ്രധാനമന്ത്രിയുടെ ആബ്സൻസിൽ. ഇതാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന നിയമനിർമ്മാണ സംവിധാനം. ഇതാണ് നമ്മൾ ഈ കാണുന്നത്. പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാണുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും ഇനി എയിംസ് ഇവിടെ അത് എന്നിട്ടാണ് എയിംസിന് വേണ്ടി മുറവിളി കൂട്ടുന്നതെന്ന്. എന്തോ ആക്ഷേപം പോലെ പറയുന്നത്. എയിംസിന് മുറവിളിയല്ല കരന്തലജയെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏത് പ്രഭാരിയായാലും കേരളത്തിന് അവകാശപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ തന്നെ സഹമന്ത്രി ആണ് ഇതും വോട്ട് പിടിച്ചത് ഇതും പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ കിട്ടും ഇവിടെ കിട്ടും, ഞാൻ ഏത് ജില്ലയിൽ വേണമെങ്കിലും വരും. പിന്നെ അവസാനം ചീത്തയും പറഞ്ഞു, ആളുകളെ മറ്റേ മോനെന്ന് വിളിച്ച് തെറിയും പറഞ്ഞു. ഇതാണ് അയാൾ പറഞ്ഞത്. പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ മെഡിക്കൽ കോളേജുകൾ എടുത്തില്ല എന്നിട്ട് എയിംസിന് മുറവിളി കൂട്ടുന്നെന്ന്. ഒന്നും കേരളത്തിന് തന്നില്ല. പിന്നെ കേരളത്തിന് അതിന് സങ്കടം വേണ്ട, ഞാൻ പറഞ്ഞ പോലെ. കാരണം റെയിൽവേ ബജറ്റിൻ്റെ ഇതിൻ്റെ അകത്ത് കാര്യമാണെങ്കിൽ ആ റെയിൽവേ കോറിഡോർ 7 പ്രഖ്യാപിച്ചല്ലോ, അത് കേരളത്തിലില്ല യഥാർത്ഥത്തിൽ. എന്നാൽ പോലും കേരളത്തിന് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം 5 പൈസ ഇതിനു വേണ്ടി ബജറ്റ് നീക്കി വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തെങ്ങ് കയറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഉള്ളവന്മാരെ, മലയാളികളെ എല്ലാം തെങ്ങ് കയറാൻ പഠിപ്പിക്കണം, നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ. അതാ വേണ്ടേ. അതായത് തെങ്ങ് കൃഷിയുടെ, തെങ്ങിന് നമ്മൾ ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഏതാണ്ടൊക്കെ ചെയ്തിട്ട് ഈ ഉള്ള തെങ്ങൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി പുതിയ തെങ്ങ് വെക്കണമെന്ന്. എന്തായാലും എനിക്ക് 5-6 മൂട് തെങ്ങുണ്ട്, ഞാനത് വെട്ടിക്കളയാൻ തയ്യാറല്ല. പുതിയ തെങ്ങ് എനിക്ക് വേണ്ട, ഉള്ള തെങ്ങ് മതി. ഈ തെങ്ങ് ഇതിനകത്തുനിന്ന് യഥാർത്ഥത്തിൽ ഒരുപാട് ബദ്ധപ്പാടുണ്ട്. തെങ്ങേറ്റ തൊഴിലാളികളെ പോലും ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇനി പുതിയതായിട്ട് തെങ്ങ് ഇതിനെ കുറിച്ച് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നത്. തേങ്ങയുടെ കാര്യം ഇവർ പറയേണ്ട കാര്യമില്ല, കേരളത്തിന് തേങ്ങയാണ് കിട്ടിയത്. ആ തേങ്ങയും കൊണ്ടിരുന്നുണ്ടാൽ മതി. അത് ഇവരാരും പറയാതെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ തേങ്ങ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും സഹായം കൊണ്ടല്ല ഇവിടെ തേങ്ങ ഉണ്ടാകുന്നത്. ഇവിടെ തേങ്ങ ഉണ്ടാകുന്നത് ഓരോരുത്തർ തെങ്ങ് ഇവിടെ കൃഷി ചെയ്താൽ നമ്മുടെ നാട്ടിൽ തെങ്ങ് പിടിക്കും. അതുകൊണ്ട് തെങ്ങ് ഉണ്ടാകുന്നു, അത് കായ്ച്ചു വരുന്നു. അതിന് വളം പോലും ചെയ്യുന്നത് പലപ്പോഴും വളരെ വിരളമാണ് ആളുകൾ, എന്നാലും അത് കായ്ക്കാറുണ്ട്, തെങ്ങ് കായ്ച്ചു വരും. ഇനി അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതായതെന്ന് പറഞ്ഞാൽ തെങ്ങ് കയറാൻ ഇനി പഠിപ്പിക്കാനും അതിൻ്റെ കോഴ്സ്, ഒരുപാട് പേർക്ക് ജോലി കിട്ടും, തെങ്ങ് കയറ്റ കോഴ്സ്. ഇനി അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ആമ ഇഷ്ടം പോലെ ആമ നമുക്ക് കിട്ടും. ആമയെ അങ്ങ് വളർത്തി ആമ മുട്ടയും കച്ചവടം ചെയ്ത് എല്ലാവർക്കും അതും കൊണ്ട് നടക്കാം. ഇതൊക്കെയാണ് നമുക്ക് ബജറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്
ഇവിടെ എല്ലാം തന്നു, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല, തരുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. എന്തോന്ന് നടപ്പിലാക്കാൻ? വല്ലതും തന്നിട്ട് വേണ്ടേ നടപ്പാക്കാൻ? ഒന്നും തരുന്നില്ല. ഇവിടെ ആർക്കും ഒന്നും കിട്ടിയില്ലേ, ഇവിടെ ആർക്കും ഒന്നും കിട്ടിയില്ല എന്ന് നെടുമുടി വേണു ഒരു സിനിമയിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്.